എന്തോ പറയാനുണ്ടെന്ന് ജെന്നിഫർ പറഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറയണം. ഒന്നും പറയാനില്ലെങ്കിൽ ഞാൻ പോവാ. ഞാൻ നിന്നോട് ചെയ്ത തെറ്റെന്താ പാറു? ആദ്യമൊക്കെ നിനക്ക് എന്നോട് സംസാരിക്കാൻ മടിയായിരുന്നു. എന്നിൽ നിന്ന് അകന്നു നിൽക്കാൻ നീ എപ്പോഴും ശ്രമിച്ചിരുന്നു. പക്ഷേ അതിനൊരു കാരണമുണ്ടായിരുന്നു. രഘുവിനെ പിടികൂടുന്നതുവരെ നിന്റെ കണ്ണിൽ ഞാൻ തെമ്മാടിയും വഷളനും ഒക്കെ ആയിരുന്നു. തെറ്റ് പറ്റിപ്പോയെന്ന് മനസ്സിലായപ്പോ നീ എന്നോട് അടുപ്പത്തോടെ പെരുമാറാൻ തുടങ്ങി. ഇന്നലെ വരെ ആ അടുപ്പം നിനക്ക് എന്നോടുണ്ടായിരുന്നു. ഇപ്പൊ എന്നോട് സംസാരിക്കുന്നില്ലെന്ന് മാത്രമല്ല, എന്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. ഇപ്പോഴും എങ്ങനെയെങ്കിലും എന്റെ മുന്നിൽ നിന്ന് പോയാൽ മതിയെന്ന് നിന്റെ മനസ്സിൽ. നിന്റെ മുഖത്തത് കാണാനുമുണ്ട്. നീ എന്തിനാ പാറു എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? നിന്നോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എന്തെങ്കിലും ഒന്ന് പറയൂ പാറു. ഞാൻ ചോദിച്ചതിന് മറുപടിയെങ്കിലും ഒന്ന് പറയൂ. പാറു, ഒരു മിനിറ്റ്. ഹലോ, കൈലാഷ് സർ. പ്രിയന്റെ പെണ്ണിനെ കണ്ട് സംസാരിച്ചോ? പ്രശ്നം സോൾവ് ആയോ? ഇല്ല സർ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പ്രിയൻ അവളുടെ അടുത്തേക്ക് പോകാൻ വൈകിയോ? ഇല്ല സർ, ഞാനിവിടെ വന്നിട്ട് കുറെ നേരമായി. അവക്ക് എന്നെ കാണാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അവളുടെ കൂട്ടുകാരി നിർബന്ധിച്ചുകൊണ്ടാ അവൾ എന്റെ അടുത്ത് വരാൻ തയ്യാറായത്. സംസാരിച്ചു തുടങ്ങിയതേ ഉള്ളൂ. പറയാനുള്ളതൊന്നും മനസ്സിൽ ബാക്കി വെക്കരുത്. എല്ലാം, പ്രിയന്റെ സങ്കടങ്ങളെല്ലാം അവളോട് ഓപ്പണായിട്ട് പറയണം. പ്രിയനെ പോലെ ഒരാൾ സങ്കടപ്പെടുന്നത് കണ്ടാൽ ഏതൊരു പെൺകുട്ടിയുടെ മനസ്സലിയും. പ്രിയനെ അവഗണിച്ചതിലും വേദനിപ്പിച്ചതിലും അവൾക്ക് റിഗ്രറ്റ് തോന്നും. ഈ ഒരു രാത്രി കൊണ്ട് നിങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പറയൂ പാറു, നീ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? നീ എന്തിനാ എന്നിൽ നിന്ന് അകന്നു മാറി നടക്കുന്നത്? അത് നിങ്ങളുടെ അമ്മ. വേണ്ട പാറു, നീ പറയുന്നത് കള്ളമാണെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. ഇതിനിടയിലേക്ക് നീ എന്റെ അമ്മയെ വലിച്ചിടണ്ട. സത്യം പറ പാറു, നീ എന്തിനാ എന്നെ ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ നിന്ന് അകന്നു മാറി നടക്കുന്നത് എന്തിനാന്നല്ലേ നിങ്ങളുടെ ചോദ്യം? ഞാൻ എന്തിനു നിങ്ങളോട് അടുപ്പം കാണിക്കണം? അടുപ്പം കാണിക്കാൻ മാത്രം നമ്മൾ തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഞാൻ എന്തുകൊണ്ട് നിങ്ങളോടിപ്പോ സംസാരിക്കുന്നില്ലെന്നല്ലേ നിങ്ങളുടെ മറ്റൊരു ചോദ്യം. നിങ്ങൾ എന്റെ സൂപ്പർവൈസർ ആയിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് ജോലിയെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കായിരുന്നു. കമ്പനിയിലെ വെറും തൂപ്പുകാരിയായ എനിക്ക് സൂപ്പർവൈസറോട് എന്താ ചോദിക്കാനുള്ളത്? എന്താ സംസാരിക്കാനുള്ളത്? ഞാൻ എപ്പോഴും നിങ്ങളോട് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? സൂപ്പർവൈസറും തൂപ്പുകാരിയും തമ്മിലുള്ള ബന്ധമായിരുന്നു നമ്മൾ തമ്മിലുണ്ടായിരുന്നത്. അല്ലാതെ പിന്നെ ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന 2 പേർ, അതാ നമ്മൾ തമ്മിലുള്ള ബന്ധം. എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമ്പനിയിൽ വെച്ച് തന്നെ ഞാനത് പറയും. പാറുന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ച് ഇവിടെ വരണ്ട. ഇവിടെ ഞാൻ മാത്രല്ല, വേറെയും പെൺകുട്ടികളുണ്ട്. ഞാൻ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുറ്റവും ചെയ്യാത്ത നിങ്ങളുടെ പേര് പോലീസിനോട് പറഞ്ഞുപോയി. എന്റെ ഭാഗത്തുനിന്ന് പറ്റിയ വലിയൊരു തെറ്റായതുകൊണ്ടാ ഞാൻ നിങ്ങളോട് വന്ന് മാപ്പ് പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ പാടില്ലായിരുന്നു എന്നാ എനിക്കിപ്പോ തോന്നുന്നത്. ഞാൻ നിങ്ങളോട് മാപ്പ് പറയാൻ പാടില്ലായിരുന്നു. ഞാൻ ആ അടുപ്പം കാണിച്ചതുകൊണ്ടല്ലേ നിങ്ങളിപ്പോ മിണ്ടുന്നില്ല, നോക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. ഇനി എനിക്ക് നിങ്ങളോട് മിണ്ടാനും പറയാനും ഒന്നുമില്ല. ദയവ് ചെയ്ത് ഇനി എന്നെ ശല്യം ചെയ്യരുത്. പാറ തന്നെയാണോ ഈ പറയുന്നത്? നമ്മളിങ്ങനെ നിന്ന് സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ അത് മതി. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്ന് പോയിത്താ. സോറി സോറി, ഇനി ഞാൻ വരില്ല. ഇനി ഞാൻ ശല്യം ചെയ്യുകയില്ല. ഞാൻ കാരണം ഇനി പാറുവിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സോറി.